ഹലോ, നമസ്കാരം. ഇന്ന് നമ്മുടെ പുതിയ ഒരു നോവലിന്റെ തുടക്കമാണ്. നോവലിന്റെ പേര് ക്വാർട്ടേഴ്സിലെ പ്രേതം എന്നാണ്. അപ്പോൾ ക്വാർട്ടേഴ്സിലെ പ്രേതം അധ്യായം 1. ബസ് അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്നു. ചാന്ദിനി ടീച്ചറുടെ മനസ്സ് അതിനേക്കാൾ വേഗതയിൽ പിന്നോട്ട് സഞ്ചരിച്ചു. അവള് വിദ്യാഭ്യാസം സാറിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ട് വരികയാണ്. ഏലപ്പടി ഗവൺമെന്റ് LP സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് അദ്ദേഹം. സ്കൂൾ ക്വാർട്ടേഴ്സിൽ വെച്ചായിരുന്നു അന്ത്യം. ഇന്നലെ രാവിലെ സ്കൂളിലെത്തിയ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി കസ്തൂരിയാണ് മൃതദേഹം ആദ്യം കണ്ടത്. മരണകാരണം ആർക്കും വ്യക്തമല്ല. എന്തായാലും അദ്ദേഹം സ്ഥലം മാറിപ്പോയതിനു ശേഷം വീണ്ടും അവിടേക്ക് തിരികെ എത്തിയത് അനിവാര്യമായ ഈ മരണത്തിന് വേണ്ടിയാണെന്ന് ആ നാട്ടിലെ ചിലരെങ്കിലും വിശ്വസിക്കുന്നു. എന്നാൽ ചാന്ദിനിക്ക് മാത്രം അതൊരു സാധാരണ മരണമായിരുന്നു എന്ന് കരുതാൻ സാധിച്ചില്ല. അഥവാ അവരുടെ മനസ്സ് അതിന് തയ്യാറായില്ല. അത് വർഷങ്ങൾക്ക് പിന്നിലേക്ക് പാഞ്ഞു. പഴയ സംഭവങ്ങൾ ഓരോന്നും കൂടുതൽ മിഴിവോടെ മനസ്സിലേക്ക് ഓടിയെത്തി. ചിക്കണംകുടി സ്കൂളിൽ ജോലിയിലിരിക്കെയാണ് 10 വർഷം മുമ്പ് തന്നെ അവിടെ നിന്നും ഏകദേശം 80 കിലോമീറ്റർ അകലെയുള്ള ഏലപ്പടിയിലേക്ക് സ്ഥലം മാറിയെന്ന്. ഒരു വനപ്രദേശത്തുള്ള ആദിവാസിക്കുട്ടിയായിരുന്നു ഈ ചിക്കണംകുടി. സത്യത്തിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത ശബ്ദിച്ചതിന്റെ അനന്തരഫലമായിട്ടാണ് മേലുദ്യോഗസ്ഥർ അവിടത്തേക്ക് പറിച്ചു നട്ടത്. യാതൊരു ഗതാഗത സൗകര്യവുമില്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ച് അതിസാഹസികമായ യാത്ര കടന്നു ചെല്ലാൻ സാധിക്കുന്ന ഒരു ഉൾപ്രദേശമാണത്. കുടിയിലുള്ളവർ കിലോമീറ്ററുകൾ താണ്ടി അകലെയുള്ള ചെറു പട്ടണങ്ങളിൽ പോയി കുറേ നാളത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങി തലച്ചുമടായിട്ടാണ് അവിടെ എത്തിക്കുന്നത്. ചീക്കണംകുടിയും ഏലപ്പടിയും തനിക്ക് സമ്മാനിച്ചത് തികച്ചും അസ്വാഭാവികവും അനിസാധാരണവുമായ ഭയജന്യവുമായ മനോഹരതയും സുഖവും ദുഃഖവും ഒക്കെ നിറഞ്ഞ അവിസ്മരണീയ മുഹൂർത്തങ്ങളും അനുഭവങ്ങളുമായിരുന്നു. അങ്ങോട്ടുള്ള ഒരു യാത്ര ഇന്നലെ എന്ന പോലെ മിഴികളിൽ തെളിയുകയാണ്. അധ്യായം 2. ഏകദേശം 2 മണിക്കൂറായി എൻ്റെ കാലുകൾ ഉരുളം കല്ലുകൾ തമ്മിൽ യുദ്ധത്തിലാണ്. ഞാൻ ഓടുകയാണെന്നോ നടക്കുകയാണെന്നോ പറയാനാവില്ല. ഒരു കല്ലിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടുകയാണെന്ന് പറയാം. കല്ലുകൾ എണ്ണമറ്റവയുള്ളതിനാൽ അവയ്ക്ക് ക്ഷീണമോ നൊമ്പരമോ ഇല്ല. കാലുകൾക്ക് തളർച്ചയും അതികഠിനമായ വേദനയും അനുഭവപ്പെട്ടു. കല്ലുകളുടെ തുടർച്ചയായ പരുക്കൻ ചുംബനമേറ്റ് എൻ്റെ പാദങ്ങൾ ചുവന്നു തിളർത്തിയിരിക്കുന്നു. എങ്കിലും എൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ വേദനയൊന്നും പ്രശ്നമായിരുന്നില്ല. മുന്നോട്ട് നീങ്ങവേ ഒരു വമ്പൻ തണൽ മരം കാണാറായി. ഒരു 5-6 മീറ്ററെങ്കിലും ചൂട് വണ്ണമുണ്ട് ആ മരത്തിന്. ഏതായാലും അതിന് ചുവട്ടിലിരുന്നാൽ മറുവശത്തു നിന്നും ആരും കാണുകയില്ല. അതിനാൽ ഇവിടെ ഇരുന്ന് അല്പം വിശ്രമിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര. ഞാൻ ആ വൃക്ഷപ്പന്തലിൽ ഇരുന്നു. മനസ്സിനും ശരീരത്തിനും കുളിർമ പകരുന്ന സുഖശീതളമായ കാറ്റ്. വിശാലമായ ശിഖരങ്ങളോട് കൂടിയ വൃക്ഷത്തിൽ ഇടതൂർന്നു നിൽക്കുന്ന ഇലകൾക്കിടയിലൂടെ അങ്ങിങ്ങായി കാണുന്ന ചെമ്പൂക്കളിൽ നിന്നും ഏതാനും എണ്ണം അടർന്നു താഴെ വീണു. ഒരെണ്ണം കൃത്യമായി എൻ്റെ മടിയിലും. 4 ഇതളോട് കൂടിയ ഒരു കൊച്ചു പുഷ്പം. ചുവന്ന ഇതളുകൾക്കുള്ളിൽ മധ്യഭാഗം വരെ മഞ്ഞരാശി, അതിൽ നേർത്ത ചുവന്ന വരകൾ. അവയിൽ തൊട്ടില്ലെന്ന മട്ടിൽ പൂമ്പൊടിക്കുല. ആ പുഷ്പത്തിന്റെ പഞ്ഞി പോലെ മൃദുലമായ ഇതളുകൾ കൊണ്ട് ഞാൻ എൻ്റെ കവിളത്തുരസി. പ്രേമലോലുപനായ ഒരു കള്ളക്കാമുകന്റെ തൂവൽ സ്പർശം പോലെ മേലിയാകെ പുളകിതമായി. വൃക്ഷത്തിന്റെ തൊട്ടടുത്തു കൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട്. കണ്ണാടി പോലെ തിളങ്ങുന്ന ശുദ്ധജലം. ദൂരെ സസ്യസാനുവിൽ നിന്ന് ഉത്ഭവിച്ച് മലമേഖലയാകെ ഹരിതാപമാക്കി അവൾ സ്വച്ഛന്തമായി ഒഴുകുന്നു. തെളിനീരിനടിയിലായി കാണുന്ന വെള്ളാരം കല്ലുകൾക്കിടയിലൂടെ സാഹൃദം നീങ്ങുന്ന ചെറുമത്സ്യങ്ങൾ. അവ പല വർണ്ണങ്ങളിലുള്ളവയും തിളക്കമാർന്നവയുമാണ്. പുഴയിൽ പല ഭാഗത്തായി കാണുന്ന പാറകളിൽ തട്ടി ജലം പതഞ്ഞു പൊങ്ങി അവിടമാകെ കുളിരണിയിക്കുന്നു. കൂണുകൾ പോലെ നിലകൊള്ളുന്ന പാറക്കൂട്ടങ്ങളിൽ കൊക്ക്, പൊന്മാൻ, നീർക്കാക്ക തുടങ്ങി ചാഞ്ഞും ചെരിഞ്ഞും വളരെ സൂക്ഷ്മതയോടെ വെള്ളത്തിനടിയിലേക്ക് ഉറ്റുനോക്കി ഏത് നിമിഷവും മത്സ്യവേട്ട നടത്തുവാൻ തയ്യാറായിരിക്കുന്നു. ഓ, എന്തതിശയം! അവിടെ ഇരിക്കുന്ന കൊക്കുകൾ വ്യത്യസ്ത ഇനങ്ങളാണ്. ചിറകുകളിൽ തവിട്ട് രാശിയുള്ള നാടൻ കൊക്ക്, കാലുകൾക്കും ചുണ്ടിനും മഞ്ഞ വരയും വർണ്ണവും ശരീരമാകെ തൂവള്ളയുമുള്ള ദേശാടന കൊക്ക് മറ്റൊന്ന്. തലയിൽ നിന്നും പിന്നിലേക്ക് ഏതാനും കാർക്കൂന്തൽ നീണ്ടു കിടക്കുന്നു. ചുണ്ടിനും കാലുകൾക്കും കറുപ്പു വർണ്ണവും ശരീരം വെണ്മയാർന്നതുമായ ശങ്കരേനവും. ഇപ്പോ അവയുടെ എല്ലാം ലക്ഷ്യം ഒന്നാണ്: മത്സ്യം. ഇടയ്ക്ക് ഇടിമിന്നൽ പോലെ അവ വെള്ളത്തിലേക്ക് ഊളിയിടുന്നതും ചുണ്ടിൽ
വിലങ്ങനെ ഒരു ഇരയുമായി ഉയർന്നു വരുന്നതും കാണാമായിരുന്നു. വിശാലമായി പിറന്നൊഴുകുന്ന പുഴ എന്നെ ഹഠാത് ആകർഷിച്ചു. പാദങ്ങൾ സാവകാശം ജലപ്പരപ്പിലേക്ക് വെച്ചു. കുളിരിന്റെ പ്രവാഹം ശരീരത്തെ കോരിത്തെരിപ്പിച്ചു. മെല്ലെ പുഴയുടെ മധ്യഭാഗത്തേക്ക് നീങ്ങി. കാൽമുട്ടിന് താഴെ വരെയുള്ള ആഴമുണ്ട്. ജലത്തിനടിയിലായപ്പോൾ പാദങ്ങൾക്ക് വെളുപ്പ് കൂടിയതുപോലെ. അവയെ തൊട്ട് തലോടി താഴേക്കൊഴുകുന്ന ജലത്തോടൊപ്പം കൊച്ചു കൊച്ചു മത്സ്യങ്ങളുമുണ്ട്. കൂടുതലും പരൽ മീനുകൾ. ചിലത് ഒഴുക്കുന്നതിനെതിരെ നീന്തുന്നുണ്ട്. ചില ബിരുദന്മാർ പാദങ്ങളുടെ പിൻഭാഗത്ത് വന്ന് കടിക്കുന്നുമുണ്ട്. ഇക്കിളി കൊണ്ടപ്പോൾ ഞാൻ ആ പുഴയിൽ തന്നെയുള്ള ചെറിയ പാറപ്പുറത്തേക്ക് കയറി. യാത്രക്കിടയിൽ വെറുതെ കുറിക്കുവാൻ കയ്യിൽ കരുതിയ മലർപ്പൊതി എടുത്ത് അതിൽ നിന്നും അല്പാൽപമായി ജലത്തിലേക്ക് വിതറി. ചുറ്റുപാടു നിന്നും വാഞ്ഞെത്തിയ മത്സ്യക്കൂട്ടങ്ങൾ നിമിഷാർത്ഥത്തിൽ അവയെല്ലാം അപ്രത്യക്ഷമാക്കി. ഒരു കൂട്ടം കാട്ടുമൈനുകൾ പുഴയോരത്തെ ക്ഷീമമുരുക്കിന്റെ ചുവന്ന പൂക്കുലകളിൽ വന്നിരുന്നു. കാതിൽ മഞ്ഞക്കടുക്കനും കാലിൽ മഞ്ഞ ഷോക്സും മഞ്ഞച്ചുണ്ടും മേനയുടെ തിളക്കമാർന്ന കറുപ്പും കലർന്ന അവയ്ക്ക് വർണ്ണനാതീതമായ ഭംഗി നൽകിയിരുന്നു. ബഹുവിധ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് എന്തൊക്കെയോ നിർത്തലില്ലാതെ സംസാരിച്ചും കൂക്കി വിളിച്ചും ചിറകുകൾ കുടിഞ്ഞും അങ്ങനെ ആരുടെയോ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന അവർ പൂക്കളിലെ തേൻ നുകരുകയാണ്. ഞാൻ വീണ്ടും ജലത്തിലേക്ക് ഇറങ്ങി. കൈക്കുമ്പിൾ നിറയെ വെള്ളമെടുത്ത് മുൽപോട്ട് വീശിയെറിഞ്ഞു. ഹായ്, എന്തു രസം! പുതുമഴ പോലെ ജലത്തുള്ളികൾ എൻ്റെ മേൽ പതിച്ചു. ഒരു കൊച്ചു കൊട്ടിയപ്പോൾ ഞാൻ ആ ജലധാരകളിൽ തുള്ളിച്ചാടി രസിച്ചു. ഒരു പുഴവെള്ളത്തിന്റെ കുളിർമ പകർന്നെത്തുന്ന മന്ദമാരുതൻ എന്നിൽ നവോന്മേഷം പകർന്നു. പ്രകൃതി രമണീയത ആവോളം നുകർന്ന് ഞാൻ വീണ്ടും യാത്ര തുടർന്നു. ഇനി വലിയൊരു മല കയറി ഇറങ്ങേണ്ടിയിരിക്കുന്നു. ഞാൻ മല കയറുന്നതിനനുസരിച്ച് ഉരുളൻ കല്ലുകൾ താഴോ കുരുണ്ടുരുണ്ടു പോകുന്നു. അവയിൽ ചിലതിന്റെ പോക്കും പതനവും കണ്ട് വയന്ന് വിറച്ചുപോയി ഞാൻ. എന്റെ ചൂടുകൾ അല്പം പിഴച്ചാൽ സംഭവിക്കുക എത്രയോ അഗാധത്തിലായിരിക്കുമെന്ന് എടുത്തറിയുക എന്ന് പോലും ഞാൻ ആലോചിച്ചു. പിന്നെ കുറെ എല്ലിൻ കഷ്ണങ്ങൾ മാത്രമാവും ബാക്കിയാവുക. അതീവ ജാഗ്രതയോടെ ഓരോ ചുവടും മുന്നോട്ട് വെച്ചു. റോഡിന് ഇരുവശവുമായി ഏലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. സർക്കാർ വക ഭൂമി കയ്യേറി കൂറ്റൻ വൃക്ഷങ്ങൾക്കിടയിലൂടെ ഏലകൃഷി നടത്തിയിരിക്കുന്നു. എവിടെ നിന്നെത്തിയ എൻഡോസൾഫാന്റെ ഗന്ധം എന്നെ മനം പുരട്ടലുളവാക്കി. വളഞ്ഞു പിരിഞ്ഞു പോകുന്ന പാതയുടെ സിംഹഭാഗവും ഇരുവശങ്ങളിലൂടെയുള്ള കാട്ടരുവികളിൽ ജലസമൃദ്ധമായിരുന്നു. അവ റോഡിൽ തീർത്തിരിക്കുന്ന വെള്ളി നൂലിഴകളിലൂടെ പാദങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ പാദങ്ങൾ സ്പർശിക്കുന്ന കുളിർമയുടെ കിരണങ്ങൾ ഉച്ചിയിൽ വരെ പ്രവഹിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് തേയിലത്തോട്ടങ്ങളുടെ മനോഹര ദൃശ്യമായിരുന്നു. നോക്കത്താ ദൂരത്തോളം എണ്ണമറ്റ് മുട്ടക്കുന്നുപോലെ ഇങ്ങനെ കിടന്നു വന്നു. അനന്തതയിലേക്ക് നീണ്ടു നിൽക്കുന്ന അവ പൂർണ്ണമായും തേയിലച്ചെടികളാൽ ചുറ്റപ്പെട്ട് വർണ്ണാഭമായ പുൽമൈതാനം പോലെ ഭാവനാശാലിയായ ഒരു ചിത്രകാരന്റെ രൂപകൽപ്പന പോലെ തോന്നിച്ചു. ഒരു കുന്നിൻ പുറത്തിന് നടുവിലായി വിരിഞ്ഞ നെഞ്ചോട് തലയുയർത്തി നിൽക്കുന്ന ഒരു വമ്പൻ പാറകൾ പോലെ ചെറിയ കരിമ്പന കൂട്ടങ്ങൾ അടുക്കടുക്കായി ചേർന്നിരിക്കുന്നു. അവയ്ക്ക് മുകളിലൂടെ ഞാൻ ആ പാറയുടെ ഉന്നതിയിൽ കയറിപ്പറ്റി. ആഹാ! ലോകത്തിന്റെ നെറുകയിൽ കയറിയതുപോലെ കൈകൾ ഇരുവശത്തേക്കും വിരിച്ചു പിടിച്ചു നിന്നു. പാറക്കെട്ടിന് താഴെയുള്ളതിനാൽ 4 ഇരട്ടി ശക്തിയിലാണ് ഇവിടെ കാറ്റ് വീശുന്നത്. കാറ്റ് എന്നെയും കൊണ്ട് ദൂരേക്ക് പറക്കുമെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. ചുറ്റും നോക്കി നിൽക്കുന്നു. ചുറ്റിലും തങ്ങി നിൽക്കുന്ന മഞ്ഞിന്റെ ഒരംശം കാറ്റിലൂടെ എന്റെ നേർക്കും എത്തുന്നുണ്ട്. മുഖത്ത് മഞ്ഞു തുള്ളികൾ മുത്തമിട്ടു. മാരുതൻ യാതൊരു വൈമനസ്യവുമില്ലാതെ എന്റെ മേനിയാകെ യഥേഷ്ടം മേഞ്ഞു നടന്നു. ഇവനെന്തൊരു കള്ളനാണ്! ആരുടെയും അനുവാദമില്ലാതെ ആരിലും എവിടെയും കയറി കവർച്ച നടത്തും. സൂത്രശാലി. എന്റെ നോട്ടം കിലോമീറ്ററുകൾക്ക് അകലേക്കായി. തേയിലത്തോട്ടങ്ങൾക്ക് മുകളിലേക്ക് വെള്ള പൂശിയ കറുത്ത പരവതാനി കണക്കെ കാർമേഘങ്ങൾ അടർന്നു വരുന്നു. അല്ല, ഒരു മഞ്ഞുമല ഊർന്നിറങ്ങുന്നു. ഞാൻ നിൽക്കുന്നതിന്റെ 4 വശങ്ങളിലും ഇതേ അവസ്ഥയായി. ഒരുപക്ഷെ ഇതൊരു കനത്ത പേമാരിയുടെ വരവറിയിക്കുകയാവാം. എന്നാൽ ഇവയ്ക്കെല്ലാം നടുവിലായി ഏകദേശം 20-25 മീറ്ററോളം വിസ്തൃതിയിൽ മാത്രം വെയിൽ നാളങ്ങൾ തിളങ്ങി നിൽക്കുന്നു. അവിടെ തേയില ചെടികൾക്കിടയിലൂടെ നിരനിരയായി നിലകൊള്ളുന്ന ചൗക്ക മരങ്ങളുടെ നിഴലുകൾ പൗർണമി രാവിനെ അനുസ്മരിച്ചു. പെടുന്നനെയാണ് ഞാനത് കണ്ടത്. പോക്കുവയലിന്റെ ഇളം ചൂടേറ്റു നിന്ന ഒരു മാൻകുട്ടി പുൽനാമ്പുകൾ തിന്നുന്നു. മഴ വരുന്നതിനാൽ തിരക്കിട്ട് കഴിക്കുകയാണ്. എങ്കിലും ശത്രുക്കൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് തലയുയർത്തി ചുറ്റും നോക്കുന്നുമുണ്ട്. ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു. ഒരു നേരത്തെ വിശപ്പടക്കാൻ കഴിയാതെ അലയുന്ന ശത്രുക്കൾ ഏതു നിമിഷവും ചാടി വീഴാവുന്ന
മരണം തൊട്ടരികെയെന്ന് ഭയക്കുന്ന എത്രയോ ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്. ഒരു നുള്ള ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂടുന്നവർ, മക്കളെ വിൽക്കുന്നവർ, സ്വന്തം ശരീരഭാഗങ്ങളും ശരീരവും നിൽക്കുന്നവർ. അങ്ങനെ വിശപ്പിന്റെ വിളി അനന്തമായി നീളുന്നു. ആ മാൻപേടയെ കാണുവാൻ എന്തൊരു ഭംഗിയാണ്! ചെമ്പൊട്ടിൽ മുത്തുകൾ വാരി എറിഞ്ഞതുപോലെ മേനിയാകെ വെള്ളപ്പൊട്ടുകൾ. ദൈവം എത്ര കലാഭാവനയോടെയാണ് പ്രകൃതിയെയും അതിലെ ജന്തുലോകത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. മാൻകുട്ടിയെ കൈവെള്ളയിൽ കോരിയെടുത്ത് മുത്തമിടാൻ മാറോട് ചേർത്തു തന്റെ നെഞ്ചിന്റെ ചൂട് പകരുവാൻ മനം തുടിച്ചെങ്കിലും മോഹത്തിന് കടിഞ്ഞാനിട്ടു. കാരണം ഞാൻ ഇവിടെ നിന്നും അനങ്ങിയാൽ സീതയെ ഭ്രമിപ്പിക്കുന്ന വീരതൻ മാരീചനെ പോലെ ആ വെള്ളപ്പൊട്ടുകാരി ഓടിമറിയും. നിമിഷാർത്ഥത്തിലാണ് വലിയൊരു ഗജവീരനെ പോലെ അവൾക്ക് മുന്നിലൊരു കരിനിഴൽ പാഞ്ഞെടുക്കുന്നത്. അവൾ കാനനത്തിന്റെ ഇരുളറയിലേക്ക് തുള്ളിച്ചാടി മറഞ്ഞു. ഞാൻ മേഘപ്പരപ്പിലേക്ക് മിഴികളുയർത്തു. ഒരു വമ്പൻ കാർമേഘമാണ് താഴെ നിഴൽ വീഴ്ത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ഊർജ സ്രോതസ് തന്നെ. ഇപ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ ഉന്മേഷഭരിതമായിരിക്കുന്നു. വിസ്മയകരവും അത്യത്ഭുതവുമായ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എത്രയോ തേജസ്വരൂപനായിരിക്കുന്നു. നാം എന്തിനാണ് ദൈവത്തിനോട് വീണ്ടും വീണ്ടും ഓരോന്നിനായി യാചിക്കുന്നത്? നമുക്ക് വേണ്ടതെല്ലാം അദ്ദേഹം പ്രകൃതിയിൽ ഒരുക്കിയിട്ടില്ലേ? ഞാൻ ആ പാറപ്പുറത്ത് കമഴ്ന്നു കിടന്നു. എന്തൊരു ഇഷ്ടമാണ്! ശരീരത്തിൽ നിന്നും നെഞ്ചിലേക്കും ശരീരത്തിലേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും സുഖകരമായ ഒരു അനുഭൂതി പ്രവഹിക്കുന്നു. സ്നേഹത്തിന്റെ കരങ്ങളാൽ ചുറ്റപ്പെട്ടതുപോലെ ആ കിടപ്പിൽ ഞാൻ ഈശ്വരനെ സാഷ്ടാംഗം പ്രണമിച്ചു. പിന്നീട് ഞാൻ അവിടെ നിന്നും ഇറങ്ങി തേയിലച്ചെടിയിലൂടെ വെറുതെ കൈയോടിച്ചു നടന്നു. ഒരില അടർത്തിയെടുത്ത് വെറുതെ ഒന്ന് മണത്തു നോക്കി. കാര്യമായ ഗന്ധമൊന്നും അനുഭവപ്പെട്ടില്ല. ഇതേ ഇല തന്നെ ഉണക്കി പൊടിച്ചതാ നാം ചായക്ക് ഉപയോഗിക്കുന്നതെന്ന് സുഗന്ധവാഹിനിയായ തേയിലപ്പൊടിയെന്നും അത്ഭുതപ്പെടേണ്ടിയിരുന്നു. പെടുന്നനെ മഴ ചാരി തുടങ്ങി. അടുത്തെങ്ങും ഒരു വീടും കാണുന്നില്ല. തൊട്ടടുത്ത് കണ്ട ചെറു പാറക്കെട്ടിനടിയിലേക്ക് കയറി നിന്നു. മഴ തിമിർത്തു പെയ്യുകയാണ്. തുള്ളിക്കൊരുകുടമായി മാനത്തുനിന്ന് കോരി ഒഴിക്കുകയാണ്. എവിടെയും മഞ്ഞ് കൂടിയ പ്രതീതി. ഒന്നും കാണാനില്ല. തൊട്ടടുത്തുള്ള തേയിലച്ചെടിയിൽ പുഷ്പവൃഷ്ടിയായി കണക്കെ ജലത്തുള്ളികൾ വീണു ചിതറുന്നത് കാണാം. അല്പസമയത്തിനു ശേഷം മഴ പെട്ടെന്ന് ശമിച്ചു. മാനം തെളിഞ്ഞു. യാത്ര തുറന്ന് കുറെ കൂടി മുന്നോട്ടെത്തിയപ്പോൾ 2 കൊച്ചു പുഴകൾ ഒരു മണൽത്തിട്ടക്കിരുവശവും ഒഴുകുന്നു. അവയിലൊന്നിൽ സ്ഫടികം പോലെ തിളങ്ങുന്ന തെളിനീരും മറ്റൊന്നിൽ കളക്കവെള്ളവുമാണ്. ആ 2 പുഴകളുടെയും ഒഴുക്കിൽ എനിക്ക് കൗതുകം തോന്നി. തെളിനീരുമായി വേഗത്തിൽ ഒഴുകുന്നത് പെണ്ണും കലക്കവെള്ളം പേറുന്നത് ആണുമായിരിക്കും. ആണ് അലസനും വികൃതിയുമാണ്. അവൻ അവളുടെ സമീപത്തേക്ക് ചേർന്നൊഴുകിയിട്ട് ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാണ് ഇത്ര ധൃതി? നമ്മളിങ്ങനെ വേറിട്ട് വെറുതെ ഒഴുകിയിട്ട് കാര്യമുണ്ടോ? നമുക്കൊന്ന് പ്രേമിച്ചുകൂടെ? അപ്പോൾ ഒഴുകിന്റെ വേഗത ഒട്ടും കുറയ്ക്കാതെ തന്നെ അവൾ അവനോട് പറഞ്ഞു, വേണ്ട വേണ്ട, നമുക്ക് എത്രയും വേഗം ഒഴുകി കടലിൽ ചേരുവാനുള്ളതാണ്. പ്രേമിക്കാനൊന്നും സമയമില്ല. നീ മടി കൂടാതെ നിന്റെ ജോലി ചെയ്യണം ചെറുക്കാം. വളപ്പെട്ടുകൾ കിളുങ്ങും പോലെ പൊട്ടിച്ചിരിച്ച് അവൾ ഒഴുകി അങ്ങ് ദൂരേക്ക് പോയി. അവൾക്ക് പിന്നാലെ എത്തിയ നീരൊഴുക്കും അത് ഏറ്റുപിടിച്ചു. എന്നാൽ ചിരിയുടെ വതനം നേരിയതായി വിടർന്നെങ്കിലും ഞാനും എന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തുടർന്നു. പാതയോരത്തുടനീളം ഇടതൂർന്നു നിൽക്കുന്ന ഒരു സവിശേഷമായ പൂച്ചെടി കണ്ടു. വെള്ളിലച്ചെടി. അതിനെ സംബന്ധിച്ച് ഒരു കടങ്കഥയുണ്ട്. അമ്മ കറുമ്പി, മകളു വിളുമ്പി, മകളുടെ മകളൊരു സുന്ദരിക്കൊത. പച്ചയും വെള്ളയും നിറങ്ങളുമുള്ള ഇലകളും ചുവന്ന പൂക്കളും അവ ഏകദേശം 10 മീറ്റർ വരെ ഉയരമുള്ളവയുണ്ട്. അവയ്ക്കിടയിലൂടെ താരതമ്യേന ഉയരം കുറഞ്ഞ കൊങ്ങിണിച്ചെടികൾ നിറയെ പൂങ്കുലകളുമായി നിൽക്കുന്നു. അവ ബഹുവർണ്ണമാണെങ്കിലും എല്ലാറ്റിനും സമാനതകളാണ് ഏറെയും. ചുവപ്പും ഓറഞ്ചും മഞ്ഞയും വെള്ളയും വയലറ്റും എന്നീ നിറങ്ങളുള്ള പൂക്കളയുടെ എല്ലാം ആകൃതി ഒരുപോലെ തന്നെ. കൂടാതെ എല്ലാറ്റിന്റെയും മധ്യഭാഗത്ത് ഇതളുകൾക്ക് മഞ്ഞരാശി പടർന്നിരിക്കുന്നു. എന്നാലോ മഞ്ഞപ്പൂവിന് മാത്രം ചുവന്ന രാശിയും. മറ്റെല്ലാ ചെടികളുടെയും ശരീരമാസകലം യാതൊരു ഭയവുമില്ലാതെ കയറി ചുറ്റി വരിഞ്ഞു കിടക്കുന്നു. വള്ളിച്ചെടികളുമുണ്ട്. അവയിൽ കൊളാമ്പി ആകൃതിയിലുള്ള പൂക്കളും. മുട്ടുകൾക്ക് ഇളം റോസ് തൊട്ട് തലോടിയ വെളുപ്പാണ്. എന്നാൽ അവ വിടരുമ്പോൾ പൂവിന്റെ ഉൾവശം വയലറ്റ് കലർന്ന നീലയും. അവയുടെയൊക്കെ സൗന്ദര്യം ആസ്വദിച്ച് കുറേ ദൂരം മുൻപോട്ട് പോയതിനു ശേഷമാണ് ആ വീട് കണ്ടത്. വീടിന് മുൻവശത്തായി ഒരു വൻമരം ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്നു. അതിന്റെ തടിയിൽ ഏണിക്കമ്പ് പോലെ കമ്പിക്കഷ്ണങ്ങൾ അടിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്നു. തേനെടുക്കാൻ കയറാനാവുമെന്ന് ഞാനത് ഊഹിച്ചു. അത് തെറ്റായിരുന്നില്ല. അതാ അതിന്റെ വമ്പൻ ശിഖരങ്ങളിലെല്ലാം തേനീച്ചക്കൂടുകൾ.
വലിയ സഞ്ചി പോലെയും മുറം കണക്കും തൂക്കിക്കിടങ്ങുന്നു. കങ്കാരു എന്ന സഞ്ചി മൃഗത്തെ പോലെ ഇതും ഒരു സഞ്ചി മരമായിരിക്കും. തേൻ റാക്കലുകൾ നിരീക്ഷിച്ചു നിന്ന ഒരു പെൺകുട്ടി ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. ഞാൻ ആ പെൺകുട്ടിയോട് അല്പം കുടിവെള്ളം വാങ്ങിക്കുടിച്ചു. പെൺകുട്ടിയിൽ നിന്നും ആ സ്ഥലത്തിന്റെ പേര് കൊരണ്ടിക്കുത്ത് എന്നാണെന്നും അവിടെ നിന്നും 100 മീറ്റർ അകലത്തായി ഒരു ജലപാതമുണ്ടെന്നും അറിയുവാൻ സാധിച്ചു. വളരെ ഉയരത്തിൽ നിന്നുള്ള വെള്ളച്ചാട്ടമായതിനാലാവാം അവിടേക്ക് ആളുകൾ അതിന്റെ സാന്നിധ്യത്തിൽ കാലാവസ്ഥയിലും അന്തരീക്ഷവും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ആകെ ഒരു തുഷാര പടലം, അതിനപ്പുറത്തേക്ക് ഭൂമിയുണ്ടെന്ന് തോന്നില്ല. ആകാശം താഴെ വീണ് കിടക്കുകയാണെന്നേ പറയൂ. മണ്ണും വിണ്ണും വേർതിരിക്കാനാവാത്ത മേഘവും മഞ്ഞും കൂടിക്കലർന്നത്. മുകളിലും താഴെയും ആകാശങ്ങൾ മാത്രം. ഹൃദയം അത്യുൽക്കടമായി ആവേശത്താൽ ചിറക് മുളച്ചു നിൽക്കുന്നു കാണുന്ന ഹിമസാഗരത്തിലേക്ക് പറന്നിറങ്ങി. അങ്ങനെ ഞാനും അതിലൊരു മേഘത്തുണ്ടായി മാറി. ഹിമഗണങ്ങൾ മേനിയാകെ മുത്തമിട്ടു. ആ ലോകം ഞങ്ങളുടേത്. ഞാനും മഞ്ഞും മാത്രമായി ആലിംഗബദ്ധരായി ഗഗനചാരികളായി ഒരു അപ്പൂപ്പൻ താടികളെ പോലെ പാറിക്കളിച്ചു. ഞങ്ങളുടെ മനസ്സും ശരീരവും പൂർണ്ണമായി മഞ്ഞിനാൽ ആവരണം ചെയ്തു. അതിന്റെ കുളിർമ ഹൃദയതന്ത്രികളെ ചുംബിച്ച് അങ്ങനെ അനിർവചനീയമായ നിമിഷങ്ങൾ. ഹിമകൾ പൂട്ടി കെട്ടിപ്പൊണ്ടെന്നു നിന്ന എന്നിൽ നിന്നും ഹിമാവരണം എന്നെ വിട്ടകുന്നതും എനിക്ക് ചുറ്റും ലോകം തെളിഞ്ഞതും ഞാൻ അറിഞ്ഞില്ല. കരിയിലക്കിളികളുടെ തുടർച്ചയായുള്ള കലവില ശബ്ദമാണ് എന്നെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. വഴിയിലെ ചില ഉടുമ്പുമടങ്ങളിൽ നിന്നും ഉയരുന്ന ഈലുകളെ കൊത്തി തിന്നുകയാണവ. ഞാൻ വീണ്ടും നടത്തം തുറന്നു. ഒരു ചെറുകയറ്റം കയറിയിറങ്ങിയപ്പോൾ നിരപ്പായ ഒരിടമായി, പഴമക്കാർ പറയും പോലെ നല്ല തളികത്തട്ട് പോലത്തെ സ്ഥലം. വളക്കൂറുള്ള കറുത്ത മണ്ണ്. അവിടെ ഏകദേശം 1 വർഷം പ്രായമായ റബ്ബർ തൈകളും വാഴയും മരച്ചീനിയും കൊക്കയും ചേനയും ചേമ്പും തുടങ്ങിയ കൃഷികളും സമൃദ്ധമായുണ്ട്. അവയ്ക്കിടയിലൂടെ ചുറ്റപ്പെട്ട ഏതാനും മുളക്കുടലുകൾ. അതിലൊന്നിന്റെ മുറ്റത്ത് ഒരു സ്ത്രീ കുഞ്ഞിനെ സാരിത്തുമ്പിൽ തൊട്ടിലിൽ പൊതിഞ്ഞ് മുതുക്കിലേറ്റി നിന്ന് പാത്രങ്ങൾ കഴുകുന്ന തിരക്കിലാണ്. അവരാ ജോലി ചെയ്യുന്നത് കണ്ടാൽ അവരുടെ മുതുകത്ത് അങ്ങനെ ഒരു കുഞ്ഞു കിടപ്പുണ്ടെന്ന് തോന്നുകയില്ല. അത്രയ്ക്ക് അനായാസമാണ് ചെയ്യുന്നത്. ആ കുടിലിൽ 3-4 പേരെ കൂടി കണ്ടു. തേരട്ട പോലെ ചുരുണ്ടു കിടക്കുന്ന മുടിയും പരന്ന മൂക്കും തടിച്ച ചുണ്ടും കുറുകിയ ശരീരവും ഇരുണ്ട നിറവുമുള്ളവരായിരുന്നു അവർ. അവരിൽ നിന്നും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ചീക്കണം എന്നുകൂടി മനസ്സിലാക്കി. അധ്യായം 3. 100ഓളം ആദിവാസി കുട്ടികളാണ് ചീക്കണം കുടിയിലുള്ളത്. അവിടുത്തെ കുട്ടികളുടെ ഒരേ ഒരു പാഠശാല തൊട്ടു മുമ്പിൽ കാണുന്ന സർക്കാർ LP സ്കൂളാണ്. അതിനാൽ 4ാം തരം വരെ പഠിച്ചവർ അവിടുത്തെ IAS-കാരാണ്. സ്കൂളിന് എതിർവശത്തെ പുഴയോട് ചേർന്ന് വലിയൊരു പാറക്കെട്ട്, ഏകദേശം ആനമുടിക്കടുത്ത് ഉയരം വരും. അതിൽ വലിയൊരു ഭാഗം അറുത്തു മാറ്റിയതുപോലെ കാണപ്പെടുന്നു. അവിടെ നിന്നും 250 അടിയോളം താഴ്ചയിൽ ഒരു ഭീമൻ മഹാമേരു ആരോ എടുത്തു വെച്ചതുപോലെ ഇരിക്കുന്നു. 100% അനുയോജ്യമായ ഒരു നാമമാണ് അവിടുത്തുകാർക്ക് ആ പാറയ്ക്ക് നൽകിയിരിക്കുന്നത്, ടൈറ്റാനിക് പാറ. ദൃശ്യം മാത്രയിൽ തന്നെ അപകടത്തിൽ 2ആയി പിളർന്ന ടൈറ്റാനിക് കപ്പലാണെന്നേ തോന്നും. ഒരു ഇടവപ്പാതിയിൽ ഇടമുറിയാതെ പെയ്ത പേമാരിയോടൊപ്പം ഉണ്ടായ ഭൂമി കുലുക്കത്തിൽ പാറക്കെട്ടിൽ നിന്നും അടർന്നു വീണതാണ് ആ പാള. ടൈറ്റാനിക്കിനരികിലെ യാത്രക്കാരായ ആയിരങ്ങളുടെ പ്രാണിത മോഹങ്ങൾ ആഴിയുടെ അടിത്തട്ടിൽ നിദ്രയിലായിരുന്നു. ടൈറ്റാനിക് പാറയുടെ കഥയും മറച്ചില്ല. അതിനിടയിൽ നിരവധി മനുഷ്യാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. കാരണം അവിടെയുള്ള കുടികളിലെ ആരെങ്കിലും മരിച്ചാൽ അവരുടെ ശരീരമടക്കം ചെയ്യുന്നത് ടൈറ്റാനിക് പാറയുടെ മറവിലാണ്. പാറ പൊട്ടി വീണപ്പോൾ മരിച്ചവർക്കും പുറമെ. അങ്ങനെ കാഴ്ചയിൽ മാത്രമല്ല അനുഭവത്തിലും കർമ്മഫലത്തിലും അതിൽ ടൈറ്റാനിക്കുകളാണ്. തമ്മിൽ വളരെ സമാനതകളുണ്ടെങ്കിലും പിന്നീട് ഞാനത് അടുത്തു കണ്ടൊരു കുടിലേക്ക് കയറി. മുളങ്കമ്പുകൾ നന്നായി കോർത്തുകെട്ടി മറച്ചുണ്ടാക്കിയിരിക്കുന്ന കുടിൽ. തറ നന്നായി മെഴുകി ഉണക്കിയിരിക്കുന്നു. കുടിലിനകം ഒരു പൊടി പോലും ഇല്ലാതെ വൃത്തിയായി കിടക്കുന്നു. മുള കൊണ്ടുള്ള കോപ്പ, കപ്പ്, പുട്ടുകുറ്റി, തവി, കട്ടിൽ, അലങ്കാര വസ്തുക്കൾ, ചൂര്, അങ്ങനെ മുള കൊണ്ടുള്ള ഒരു ദൃശ്യവിരുന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്നു. പുളിമുട്ടിയും മണ്ണും ഉപയോഗിച്ച് അടുപ്പും തറ ഉയർത്തിയിരിക്കുന്നു. കൂടാതെ ഈറ്റ കൊണ്ടുള്ള കുട്ട, വട്ടി, മുറം, പരമ്പ്, കുട, പിന്നെ തഴയുൽപ്പന്നങ്ങളായ പായ, വിശറി, ബാഗ്, പേഴ്സ്, മറ്റ് കരകൗശല വസ്തുക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവയെല്ലാം അവർ കൈത്തൊഴിലായി ചെയ്യുന്നവയാണ്. ഒരു 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആൾ മുറ്റത്ത് വന്നു. കൈകാൽ മുഖമൊക്കെ കഴുകി അകത്തേക്ക് കയറി. അയാൾ ഷർട്ടിന്റെ മുകളിലത്തെ 2-3 കുടുക്കുകൾ ഇട്ടിട്ടില്ലായിരുന്നു. അതിനാൽ അയാളുടെ നെഞ്ചിലൂടെ ഒരു ചരട് കിടക്കുന്നത് കണ്ടു. അതെന്താണ്? അപ്പോഴാണ് എനിക്ക് ഇതുവരെ കിട്ടാതിരുന്നൊരു അറിവ് ലഭ്യമായത്.
ആദിവാസികൾ പല വിഭാഗങ്ങളുണ്ട്. കുറിച്യർ, പണയർ, കുറുമർ എന്നിങ്ങനെ നിരവധി. ഇവരിൽ മുന്തിയ വിഭാഗമാണ് കുറിച്യർ. അവർക്ക് ബ്രാഹ്മണ്യമുണ്ടത്രേ. അതിനാൽ അവർ പൂണൂൽധാരികളാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുറിച്യരുടെ കുടിയിലാണ്. എന്റെ ഹൃദയത്തിൽ ചെറിയൊരു കൊളുത്തു വീണു. ഈശ്വര, ഇവർക്കിടയിലും ജാതിമത വർഗീയതയോ. കുടിലിന് കുറച്ചകലെയായി സാമാന്യം വലിയൊരു ഷെഡ് കണ്ടു. അതിനെപ്പറ്റി ആരാഞ്ഞപ്പോൾ അവർ പരമ്പരാഗതമായി കൈകൊണ്ടുവരുന്ന ചില അനുഷ്ഠാനങ്ങളെക്കുറിച്ച് അറിയാൻ സാധിച്ചു. അവിടെ കുട്ടികൾക്ക് 5 വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കളോടൊപ്പം താമസിക്കില്ല. ആ പ്രദേശത്തെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പ്രത്യേകം ഷെഡുകൾ കെട്ടി അതിനാണ് പാർപ്പിക്കുക. അന്ന് അവിടെ ഒരു കുടിയിൽ ഒരു മരണം നടന്നിരിക്കുന്നു. ഏതാണ്ട് 50 വയസ്സ് വരുന്നൊരു സ്ത്രീ. രോഗത്തെക്കുറിച്ച് തിരക്കിയപ്പോൾ നീര് കയറിയതാണെന്ന് മറുപടി. പ്രഷർ കൂടിയാലും കൊളസ്ട്രോൾ കൂടിയാലും എല്ലാം അവർ കണക്കാക്കുന്നത് നീര് കയറിയതാണെന്നാണ്. ഞാൻ അവിടേക്ക് ചെന്നു. ആ സ്ത്രീയുടെ മൃതശരീരത്തിൽ വീണ്ടും വീണ്ടും ഓരോ തുണികൾ കൊണ്ടുവന്നിടുകയും ചുറ്റും ഇരിക്കുന്നവർ എന്തൊക്കെയോ നിർത്താതെ പറഞ്ഞ് അലമുറയിടുകയും ചെയ്യുന്നു. അവർ ജീവിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ മുഴുവൻ അവരോടൊപ്പം അടക്കം ചെയ്യുകയോ അവയെ ഓരോന്നും ധരിച്ചിരുന്നപ്പോൾ അവരെന്തൊക്കെ ചെയ്തുവെന്ന് അവിടെ ഇരുന്നവരൊക്കെ വന്നുപോയിരുന്നവർ പിച്ചും പറഞ്ഞും വിരമിക്കുന്നതും കാണാം. എനിക്കിതെല്ലാം പുതുമ നിറഞ്ഞ കാഴ്ചകളായിരുന്നു. പുതുമയില്ലാത്തതൊന്നു മാത്രം. ആ മരണ വീട്ടിലും പരിസരത്തും കണ്ട പുരുഷന്മാർ മിക്കവരും മദ്യം അകത്താക്കുന്നതിനാൽ മത്സരിക്കുകയായിരുന്നവർ. എവിടെയും തിന്മ ക്ഷിപ്രസാധ്യമാണല്ലോ. അതിശീഘ്രം ബാധിക്കുന്ന കീടാണുവാണ് മദ്യം. അതിന് നാടും നഗരവും വ്യത്യാസമില്ല. ചുറ്റുമുള്ള ഇടതൂർന്ന വനത്തിലൂടെ കോടമഞ്ഞ് സാഗൂതം ഓടിയിറങ്ങുകയും ചുറ്റും ഇരുട്ട് പരക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ഇനി ശീഘ്രം പെരുമ്പൻ കുന്നിൽ മുകളിൽ എത്തേണ്ടിയിരിക്കുന്നു. അവരവിടെ എത്തിയാൽ ഒരുപക്ഷെ വാഹനം കിട്ടിയേക്കാം. മണി 5 കഴിഞ്ഞിരിക്കുന്നു. വനമേഖലയായതിനാൽ ഇപ്പോൾ തന്നെ സന്ധ്യ മയങ്ങിയ പ്രതീതിയാണ്. തിടുക്കത്തിൽ മരണ വീട്ടിൽ നിന്നും ഇറങ്ങി ഞാൻ തിരികെ യാത്രയായി. കൊരണ്ടിക്കുത്ത് പിന്നിട്ടപ്പോൾ അല്പം അകലെയായി ഒരു പ്രകാശനാളം. അവിടെ ആൾതാമസമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അവിടേക്ക് നീങ്ങി. അതൊരു ഏറുമാടമായിരുന്നു. പാറയോട് ചേർന്ന് അത്ര ഉയരത്തിലല്ലാത്ത ഒരു മരത്തിൽ ശിഖരങ്ങൾ മുറിച്ച് വൃത്താകൃതിയിലാക്കി അവിടെ ഒരു മാടം തീർത്തിരിക്കുന്നു. താഴെ നിന്നും കൂവി വിളിച്ചപ്പോൾ ഒരു പെൺകുട്ടി കയ്യിൽ വിളക്കുമേന്തി പുറത്തേക്ക് വന്നു. മുളക്കമ്പും കൊട്ടുവള്ളിയും ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഗോവണി തുറത്തു വെച്ചിരിക്കുന്നത് വരമ്പ് നിവർക്കുന്നത് പോലെ അവൾ താഴെ കിട്ടു. ഞാൻ അതിലൂടെ വളരെ പ്രയാസപ്പെട്ട് മുകളിലേക്ക് കയറിപ്പറ്റി. ഞാൻ കയറി കഴിഞ്ഞപ്പോൾ അവൾ ഒരു വള്ളിയിൽ പിടിച്ചു വലിച്ചു. ഞെടിയിടയിൽ ഗോവണി താഴെ നിന്നും ചുരുണ്ട് മുകളിലേക്കെത്തി. ഏറുമാടത്തിന് ചെറിയൊരു ആട്ടമുണ്ടെങ്കിലും സുരക്ഷിതത്വവും AC കാലാവസ്ഥയും ശുദ്ധവായു യഥേഷ്ടം കടന്നു വരുന്നതുമായ ഒരു വള്ളിക്കുടിലായിരുന്നു അത്. വിളക്കുമേന്തി നിൽക്കുന്ന പെൺകുട്ടി എന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. അവളെ കണ്ടിട്ട് ഒരു ആദിവാസി പെണ്ണല്ല. വെളുത്ത മെലിഞ്ഞ ശരീരവും തിളക്കമാർന്ന കണ്ണുകളുമുള്ള ഏകദേശം 18 വയസ്സ് തോന്നിക്കുന്ന ഒരു പാവാടക്കാരി. അവളുടെ നേത്രങ്ങളിൽ ചോദ്യഭാവം. ഞാനൊന്നും മിണ്ടാതെ മാടത്തിനകത്തേക്ക് നോക്കി. അവിടെ ഒരു ചിമ്മിനി വിളക്ക് മുനിഞ്ഞു കത്തുന്നുണ്ട്. അതിനടുത്തായി ഒരു മുത്തശ്ശി ഇരുന്ന് മുറുക്കാനിരിക്കുന്നു. ഇടിയുടെ താളത്തിനനുസരിച്ച് ഞാന്നു കിടക്കുന്ന കാതുകൾ ആടിക്കൊണ്ടിരിക്കുന്നു. മാറിന് മുകളിലായി ചേല ചുറ്റിയെടുത്ത് അതിന്റെ ഒരഗ്രം പുറത്തുനിന്നും വലത്തെ തോളിലൂടെ മാറിലേക്കിട്ട് കെട്ടിയിരിക്കുന്നു. എന്നോട് അകത്തേക്ക് ചെല്ലാൻ അവർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അകത്ത് വിരിച്ചു തന്ന തഴപ്പായിൽ ഞാനിരുന്നു. പരിചയപ്പെടലിനിടയിൽ അവർ അത്താഴം വിളമ്പി. മുളയേരി കൊണ്ടുള്ള കഞ്ഞിയും പുളിങ്കറിയും അവ രണ്ടും ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ കഴിക്കുന്നത്. നല്ല സ്വാദിഷ്ടമായ മുളയരിക്കഞ്ഞി. വേറിട്ടൊരു അനുഭവം. മുളയരി രോഗപ്രതിരോധ ശേഷി കൂട്ടുമെന്നും ആരോഗ്യ പരിപാലനത്തിന് ഉത്തമമാണെന്നും മുത്തശ്ശി പറഞ്ഞു. രാത്രിയായതിനാൽ ഇന്ന് യാത്ര വേണ്ടെന്നുള്ള അവരുടെ വാക്കുകളും സാഹചര്യവും കണക്കിലെടുത്ത് അന്ന് ഞാൻ അവിടെ തങ്ങാൻ തീരുമാനിച്ചു. ഏറുമാടത്തിൽ നിന്നും ചുറ്റും നോക്കിയാൽ എവിടെയും മഞ്ഞമായ ഇരുട്ടാണ്. അല്പം വെളിച്ചമുള്ള ഭാഗത്ത് കാട്ടാനക്കൂട്ടങ്ങളെ പോലെ വൃക്ഷത്തലപ്പുകൾ കാണാം. പിന്നെ ആകാശത്തു നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോലൊരു മലയുടെ മാറിലൂടെ നിറഞ്ഞു പതഞ്ഞ് താഴേക്കൊഴുകുന്ന കാട്ടരുവികൾ. ഞങ്ങൾ മൂവരും തഴപ്പായ വിരിച്ചു കിടന്നു. മുത്തശ്ശി വേഗം തന്നെ നിദ്രയിലായി. എനിക്കും പെൺകുട്ടിക്കും അത്ര വേഗം ഉറക്കം വന്നില്ല. ഞാൻ അവരെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു. അവർ രണ്ടുപേരും മാത്രമാണ് ആ മാടത്തിനുള്ളിലുള്ളത്. മോചിത, അതാണ് അവളുടെ പേര്. മോചിതയും മുത്തശ്ശിയും തമ്മിൽ യാതൊരു രക്തബന്ധവുമില്ല. മോചിതയും അനുജത്തി ഇന്ദ്രജിതയും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം കോട്ടയത്താണ് താമസിച്ചത്. ചെറുപ്പം മുതലേ ഫോട്ടോഗ്രാഫിയിൽ കമ്പമുണ്ടായിരുന്ന മോചിത 10ാം തരത്തിൽ പഠിക്കുമ്പോഴാണ് തന്റെ 3 ചങ്ങാതിമാരോടൊപ്പം ഭൂതത്താൻ കെട്ടിലേക്ക് ഒരു യാത്ര പുറപ്പെടുന്നത്. പൂയംകുട്ടി വനത്തിന്റെ ഭാഗമായ ഭൂതംകെട്ടിൽ നിന്നും
അവരുടെ ക്യാമറ കണ്ണുകൾ കൊപ്പിയെടുക്കുവാൻ സമൃദ്ധമായ കാഴ്ചകളുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ യാദൃശികമായി ഏതാനും വനം കൊള്ളക്കാരുടെ ചിത്രവും ക്യാമറയിൽ പതിഞ്ഞു. അവൾ അവരെ പിന്തുടർന്നു. ചങ്ങാതിമാരോട് സഹായം തേടിയെങ്കിലും അവർ അവളെ അതിൽ നിന്നും നിരുത്സാഹപ്പെടുത്താനാണ് ശ്രമിച്ചത്. പക്ഷേ അവൾ ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറിയില്ല. ഒടുവിൽ കൊള്ളക്കാരുടെ താവളം കണ്ടെത്തുവാൻ അവൾ തീരുമാനിച്ചു. ചങ്ങാതിമാർ അവളെ വിട്ട് തിരിച്ചുപോയി. അങ്ങനെ മോചിത ഒറ്റയ്ക്ക് കൊള്ളക്കാരുടെ ഒളിത്താവളം കണ്ടെത്തിയെങ്കിലും അവൾക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനായില്ല. വനപദ്യത്തിലുള്ള അവരുടെ സങ്കേതത്തിൽ അവൾ തടങ്കലിലായി. അവളുടെ തിരുധാനങ്ങളെക്കുറിച്ച് പല വാർത്തകളും മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. വനത്തിലകപ്പെട്ട അവളെ ആരോ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന വാർത്തയാണ് ഏറെ തെളിഞ്ഞു നിന്നത്. കൊള്ളക്കാരുടെ ഇടയിൽ മനസ്സാക്ഷി പൂർണ്ണമായും നഷ്ടപ്പെടാത്തവരും ഉണ്ടായിരുന്നു. മോചിത സ്കൂൾ വിദ്യാർത്ഥിനിയാണെന്നും പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണെന്നും ദയ തോന്നിയ അവൾ അവരുടെ ക്യാമറയും ഫിലിമും പിടിച്ചെടുത്ത ശേഷം അവരുടെ കണ്ണുകൾ കെട്ടി ആനക്കുളം എന്ന സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടു. അവിടെ നിന്നും കാനഡപാതയിലൂടെ വരുമ്പോഴാണ് ഏതാനും ആദിവാസി പെൺകുട്ടികൾ വിറകു ശേഖരിക്കാൻ അതുവഴി വന്നത്. അവരിൽ ഒരാൾ സ്വന്തം കുടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അത് ഇപ്പോഴാ ഏറുമാടത്തിലുള്ള മുത്തശ്ശിയുടെ പേരക്കുട്ടിയായിരുന്നു. അവിടെ വല്ലപ്പോഴും അടുത്ത പട്ടണത്തിൽ പോയി വരുന്നവർ മുഖേന പല കൈമറിഞ്ഞ് ആഴ്ചകൾക്ക് ശേഷം ലഭിക്കുന്ന പത്രങ്ങളിലൂടെ അവൾ സ്വന്തം നാട്ടിലെ വാർത്തകൾ അറിഞ്ഞു. ഇനി ഒരിക്കലും നാട്ടിലേക്കില്ലെന്ന് നിശ്ചയിക്കുകയായിരുന്നു. മാധ്യമങ്ങളും നാട്ടുകാരും അവരുടെ പേരിൽ മെനഞ്ഞുണ്ടാക്കിയ അപവാദ കഥകളും മാധ്യമ പ്രവർത്തകരുടെ മുനയുള്ള ചോദ്യങ്ങൾക്കും മറുപടി നൽകാനുമാവാതെ അവരുടെ വീട്ടുകാർ സ്ഥലം വിട്ട് മറ്റെവിടേക്കോ പോയിരുന്നു. നാടിനേക്കാൾ ഭേദം കാടാണെന്ന് മനസ്സിലാക്കിയ അവൾ പിന്നെ ആദിവാസി കുടിലിലെ ഒരംഗമായി മാറി. മുത്തശ്ശനും മുത്തശ്ശിയും മകനും മരുമകനും പേരക്കുട്ടിയും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം. ഏതാനും നാൾ മുമ്പ് കുട്ടികളിൽ പടർന്നു പിടിച്ച പകർച്ചപ്പനി ആ കുടിയിൽ മുത്തശ്ശിയെയും മോചിതയെയും ബാക്കിയാക്കി മറ്റുള്ളവരുടെ ജീവൻ കവർന്നു. അങ്ങനെയാണ് ആ കുടിയിൽ അവളും മുത്തശ്ശിയും മാത്രമായിരുന്നു. കഥ പറഞ്ഞു കേട്ടതും രാത്രിയുടെ ഏതോ യാമത്തിൽ ഞങ്ങൾ മയക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് രാവിലെ ഞാൻ അവളോട് എന്നോടൊപ്പം പോരുന്നു എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ നിഷേധത്തിൽ മറുപടി വന്നു. ഇല്ല, ഒരിക്കലുമില്ല. ഇവിടെ കാടിന്റെ മക്കള് നല്ലവരാണ്. പട്ടണത്തിലെ പച്ചപ്പരിഷ്കാരികളുടെ കള്ളവും ചതിയും വഞ്ചനയുമില്ല. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കില്ല. കാട്ടുമൃഗങ്ങൾക്ക് വരെ കാട്ടുനീതിയുണ്ട്. വാക്കിനും പ്രവൃത്തിയിലും സത്യസന്ധതയും പുലർത്തുന്ന ആദിവാസികളായ കാട്ടുമക്കളോടൊപ്പം ഇവിടെ ശുദ്ധവായുവും ശ്വസിച്ച് ശുദ്ധജലവും കുടിച്ച് കാടിന്റെ മനോഹാരിത സമാധാനത്തോടെ ഞാനിവിടെ കഴിഞ്ഞോളാം. ദയവേത് നാട്ടിലെ ആരെയും ഇവിടേക്ക് അയച്ച് ഉപദ്രവിക്കാതിരുന്നാൽ മതി. അപ്പോൾ നിനക്ക് ഫോട്ടോഗ്രാഫിയോടുള്ള കമ്പമൊക്കെ പോയോ? വേണ്ട. ഈ കാടിന്റെ യഥാർത്ഥ ഭംഗി എൻ്റെ മനസ്സിന്റെ ക്യാൻവാസിലും അലിഖിതമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. പുറം ലോകത്തിന് നൽകിയാൽ ഇവിടവും കളങ്കപ്പെടും. ഏറെ വൈകാതെ ഞാൻ അവിടെ നിന്നും യാത്ര തിരിക്കുമ്പോൾ കുറേ കാട്ടുകിഴങ്ങുകളും അവളും മുത്തശ്ശിയും എനിക്ക് സമ്മാനിച്ചു. എന്നെ പെരുമ്പൻ കുത്തുവരെ അനുധാവനം ചെയ്ത് അവർ മടങ്ങിപ്പോയി. അവിടെ നിന്ന് നടക്കവേ മുത്തശ്ശിയും മോചിതയും ചീക്കണംകുടിയും ടൈറ്റാനിക് പാറയും എൻ്റെ മനസ്സിൽ നേർചിത്രങ്ങളായി തെളിഞ്ഞു നിൽക്കവേ കിഴക്ക് പുലർക്കാലം ചെമ്പട്ട് വിരിച്ചു. ആ ദൃശ്യവിരുന്നിൽ പ്രകൃതി കുങ്കുമവർണ്ണമണിഞ്ഞ് ചേതോഹാരമായ അപൂർവ നിമിഷങ്ങൾ പകർന്നു തന്നു. അതിന്റെ അസാധ്യതയിൽ മുഴുങ്ങി ഞാൻ എനിക്കായി കാത്തുകിടക്കുന്ന ആ കറുത്ത ആൾട്ടോയിൽ കയറി വരവേ ജീവിതത്തിൽ ആദ്യമായി അസാധാരണവും വിസ്മയാവാഹവുമായ പ്രകൃതി പ്രതിഭാസത്തിന് സാക്ഷിയായി. ഗഗനചാരുതയ്ക്ക് അതിമധുരമേകി അമ്പരച്ചുംബിയായി നിലകൊള്ളുന്ന ആനമുടിക്ക് മുകളിൽ ഒരേ നിലയിൽ നിലകൊള്ളുന്ന രണ്ട് മഴവില്ലുകൾ. ഭൂമിയിൽ നിന്നുള്ള കാഴ്ചയിൽ അവ തമ്മിൽ വെറും 10 അടിയിൽ താഴെ അകലത്തിൽ സമാന്തരമായാണ് സ്ഥിതി ചെയ്യുന്നത്. നീണ്ടു വളഞ്ഞ് ഒരേ ദിശയിലേക്ക് നിൽക്കുന്ന രണ്ട് ആനക്കൊമ്പുകൾ പോലെ അവയുടെ സപ്തവർണ്ണങ്ങളിൽ വയലറ്റ് നീലയും റോസും പ്രജ്വലിച്ചു കാണാം. ഈ മഴവില്ല് കണ്ടാൽ ഏവരുടെയും മനം തുടിക്കും. അപ്പോ ഒരേ സമയം രണ്ടെണ്ണം ഒരുമിച്ച് കണ്ടാലോ? മണ്ണും വിണ്ണും സ്വർണ്ണാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന ആ കാഴ്ചയും ചീക്കണംകുടിയും നൽകിയ പുതുപുത്തൻ അനുഭവങ്ങൾ മനസ്സിൽ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എൻ്റെ മടക്കയാത്ര. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ്. നമ്മുടെ പുതിയ നോവലിൻ്റെ ആദ്യത്തെ അധ്യായമാണ് ഇവിടെ കഴിഞ്ഞത്. സെമിത്തേരിയിലെ താഴ്വാരയിൽ കൃഷിത്തോട്ടത്തിലൂടെ അക്കരെയുള്ള പാറക്കെട്ടിലേക്ക് നടന്ന് അവൾ പാറക്കെട്ടുകൾക്ക് മുമ്പിൽ രണ്ടായി അകന്നു മാറിയ ഒരു വീതിയൊരുക്കി. ക്വാർട്ടേഴ്സിലെ പ്രേതം എന്ന് പറയുന്നൊരു നോവലിലെ ഒരു ഭാഗമാണിത്. പേരിൽ പ്രേതമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പ്രകൃതിയുടെ ഭംഗിയാണ് ഈ നോവലിലുടനീളം ഉള്ളത്. എല്ലാവരും കൂടെ ഉണ്ടാവണം.
വളരെ ചെറിയ നോവലാണ്. പെട്ടെന്ന് തന്നെ ഒരു 3-4 അധ്യായം കൊണ്ട് 3-4 പാട്ട് കൊണ്ട് തീരുന്നതാണ്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം, സ്നേഹം.